നമസ്കാരം, സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം അവസാനിച്ചു. ആവേശത്തോടെയുള്ള കൊട്ടിക്കലാശത്തോടെയാണ് മുന്നണികൾ പരസ്യ പ്രചാരണം അവസാനിപ്പിച്ചത്. വിജയപ്രതീക്ഷയിൽ 3 മുന്നണികളും. ജില്ലയിലെ വോട്ടർമാർക്ക് നിർഭയമായി സമ്മതിദാനാവകാശം വിനിയോഗിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ഉറപ്പുവരുത്താൻ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥരുമായി എല്ലാവരും സഹകരിക്കണമെന്ന ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട്. മൂന്നാറിലെ ജനവാസ മേഖലയിൽ വീണ്ടും നാശം വരുത്തി കാട്ടുകൊമ്പൻ പടയപ്പ. മാട്ടുപ്പെട്ടിയിൽ പടയപ്പ വഴിയോര കടകൾ ആക്രമിച്ചു. കഴിഞ്ഞ ദിവസവും പടയപ്പ മാട്ടുപ്പെട്ടിയിൽ അതിക്രമം നടത്തിയിരുന്നു. നെറ്റിമേട് ഭാഗത്ത് ലയങ്ങളോട് ചേർന്ന കൃഷിയും കാട്ടാന നശിപ്പിച്ചു. മൂന്നാറിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ കുറവ്. സെപ്റ്റംബർ പകുതി മുതൽ ഡിസംബർ വരെയുള്ള കണക്കുകൾ പരിശോധിച്ചാൽ പോയ വർഷങ്ങളെ അപേക്ഷിച്ച് 30% വരെ സഞ്ചാരികളുടെ കുറവ്. വിശദമായ വാർത്തകളിലേക്ക്. ആദ്യം പോരാട്ടം 2025. തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം അവസാനിച്ചു. ആവേശത്തോടെയുള്ള കൊട്ടിക്കലാശത്തോടെയാണ് മുന്നണികൾ പരസ്യ പ്രചാരണം അവസാനിപ്പിച്ചത്. വിജയപ്രതീക്ഷയിൽ 3 മുന്നണികളും. ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന ജില്ലകളിൽ വൈകിട്ട് 6 മണിക്കാണ് പരസ്യപ്രചരണം അവസാനിച്ചത്. ഡിസംബർ 9 വോട്ടെടുപ്പ് നടക്കുന്ന തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലാണ് പരസ്യപ്രചാരണം അവസാനിച്ചത്. ആവേശത്തിന്റെ തിരിയിളക്കം തീർത്ത് റോഡ് ഷോയ്ക്ക് സമാനമായ രീതിയിലാണ് മുന്നണികൾ കൊട്ടിക്കലാശത്തോടെ പരസ്യപ്രചാരണം അവസാനിപ്പിച്ചത്. ജില്ലയിലെ പ്രധാന നഗരങ്ങളിലെല്ലാം തന്നെ മുന്നണികളും പ്രവർത്തകരും സ്ഥാനാർത്ഥികൾക്കൊപ്പം അണിനിരന്നപ്പോൾ കൊട്ടിക്കലാശത്തിൽ ആവേശവും അണപൊട്ടി. വാർഡ് കേന്ദ്രങ്ങളിലും മുന്നണികൾ കൊട്ടിക്കലാശം സംഘടിപ്പിച്ചു. ഇനി നിശബ്ദ പ്രചാരണത്തിന്റെ ഒരു ദിവസമാണ് ബാക്കിയുള്ളത്. തികഞ്ഞ വിജയപ്രതീക്ഷയും അമപൊട്ടിയ ആവേശവും ആർക്ക് അനുകൂലമാകുമെന്ന് കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക്, സിറ്റി വിഷൻ. വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്തിൽ ഇത്തവണ ശക്തമായ പോരാട്ടമാണ് നടക്കുന്നത്. ഇത്തവണ ഇടതുപക്ഷത്തു നിന്ന് ഭരണം പിടിക്കുമെന്ന തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് UDF. അതേസമയം കഴിഞ്ഞ കാലങ്ങളിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾക്ക് അംഗീകാരമായി ഈ തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷത്തിന് അനുകൂലമാകുമെന്ന ആത്മവിശ്വാസമാണ് ഇടതുപക്ഷത്തിന്. കഴിഞ്ഞ 10 വർഷമായി ഇടതുപക്ഷത്തിന്റെ കോട്ടയായി നിലനിൽക്കുന്നതാണ് വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്ത്. പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ അഴിമതിയും മറ്റും ചൂണ്ടിക്കാട്ടിയാണ് ഇത്തവണ UDF പടയോട്ടം നടത്തുക. ഇത്തവണ ഇടതുപക്ഷത്തു നിന്നും പഞ്ചായത്ത് ഭരണം തിരിച്ചുപിടിക്കുമെന്നും അനുകൂലമായ സാഹചര്യമെന്നുമാണ് UDFന്റെ വിലയിരുത്തൽ. ഈ കഴിഞ്ഞ 10 വർഷക്കാലത്തിനുള്ളിൽ ഈ പഞ്ചായത്തിലെ വികസനവുമായി ബന്ധപ്പെട്ട് ഈ നാട്ടിൽ നടപ്പിലാക്കിയ വികസന പദ്ധതികളെക്കുറിച്ച് ഈ നാട്ടിലെ ആളുകൾക്ക് അറിയുവാനായിട്ട് അതിയായ ആഗ്രഹമുണ്ട്. എന്തൊക്കെ പദ്ധതികളാണ് അവർ ഈ നാട്ടിൽ നടപ്പിലാക്കിയത് എന്നുള്ളത് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഈ പഞ്ചായത്തിൽ വളരെ വലിയ രീതിയിലുള്ള അഴിമതി നടന്ന ഒരു പഞ്ചായത്താണ് വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്ത്. ഒട്ടനവധി മേഖലകളിൽ അഴിമതി നടന്ന ഒരു പഞ്ചായത്താണ്. ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് മൻമോഹൻ സിംഗ് കൊണ്ടുവന്ന ഈ തൊഴിലുറപ്പ് പദ്ധതിയിലെ ബോർഡ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ അഴിമതിയാണ് വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്തിൽ നടന്നിട്ടുള്ളത്. എന്നാൽ കഴിഞ്ഞ 10 വർഷമായി നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും ഒപ്പം ഇനിയും നടപ്പിലാക്കേണ്ട മറ്റ് വികസന പ്രവർത്തനങ്ങൾക്കായി ഇടതുപക്ഷത്തെ ജനം തെരഞ്ഞെടുക്കുമെന്നാണ് LDFന്റെ പ്രതീക്ഷ. വികസന പദ്ധതികളാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. അതോടൊപ്പം തന്നെ കാർഷിക മേഖലയെ പുനരുദ്ധരിക്കുന്നതിന് വേണ്ടി നിരവധിയായിട്ടുള്ള പദ്ധതികൾ നമ്മൾ ആവിഷ്കരിച്ചു. കാർഷിക മേഖലയെ നമ്മൾ പുഷ്ടിപ്പെടുത്തുന്നതിന് വേണ്ടി അങ്ങനെ നിരവധിയായിട്ടുള്ള പദ്ധതികളാണ് നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സംസ്ഥാന സർക്കാർ
നടപ്പിലാക്കുന്ന എല്ലാ പദ്ധതികളും നമുക്ക് ഈ മേഖലയിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമഗ്രമായ ഒരു പദ്ധതിയാണ് നമ്മുടെ LDFിൻ്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിൽ സാധിച്ചിട്ടുണ്ട്. അത് പൂർത്തീകരിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ ഗ്രാമീണ മേഖലയിലേക്ക് ഗതാഗത സൗകര്യം കുറഞ്ഞ മേഖലയിലേക്ക് ഭരണം നിലനിർത്തുന്നതിന് LDFും പിടിച്ചെടുക്കാൻ UDFും പടയോട്ടം നടത്തുമ്പോൾ വിജയം ആർക്കൊപ്പമെന്നത് കാത്തിരുന്നു തന്നെ കാണണം. കടുത്ത പോരാട്ടം നടക്കുന്ന വെള്ളത്തുവൽ ഗ്രാമപഞ്ചായത്തിൽ. സിറ്റി വിഷൻ, വെള്ളത്തുവൽ. തെരഞ്ഞെടുപ്പ് വന്നാൽ സൗഹൃദത്തിന് വലിയ വിലയൊന്നുമില്ല. രാഷ്ട്രീയത്തിന്റെ പേരിൽ മിത്രങ്ങൾ ശത്രുക്കളാകും. എന്നാൽ ഇടുക്കി കട്ടപ്പനയിൽ നരിയമ്പാറ വാർഡിൽ ഇടത് വലത് സ്ഥാനാർത്ഥികൾക്ക് ഇത് സൗഹൃദ മത്സരമാണ്. ബാല്യകാല സുഹൃത്തുക്കളാണ് സ്ഥാനാർത്ഥികൾ ഇരുവരും. കട്ടപ്പന നഗരസഭ നരിയമ്പാറ വാർഡിൽ UDF സ്ഥാനാർത്ഥി മനോജ് മുരളി, LDF സ്ഥാനാർത്ഥി സാബു ഇരുവരും ബാല്യകാല സുഹൃത്തുക്കൾ, സഹപാഠികൾ. രണ്ടുപേരും കണ്ടുമുട്ടിയത് ഇവരുടെ അധ്യാപകനായ CK ജേക്കബ് സാറിന്റെ വീട്ടിൽ വെച്ച്. ഇരുവരും സാറിന്റെ പ്രിയ ശിഷ്യർ. അതുകൊണ്ട് തന്നെ അനുഗ്രഹവും ഒരുമിച്ച്. ബൈറ്റ് അധ്യാപകർ നമ്മളൊരു ശത്രുതയുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. നല്ല വളരെ സാഹോദര്യ ബുദ്ധിയ മത്സരമാണ്. ഒരു പ്രശ്നമൊന്നുമില്ല. യാതൊരു അഭിപ്രായ വ്യത്യാസമോ അങ്ങനെയൊന്നുമില്ല. മനോജ് മുരളി നിലവിൽ നഗരസഭാ കൗൺസിലറാണ്. സാബുവിന് ഇത് കന്നി അംഗം. തെരഞ്ഞെടുപ്പ് പോരാട്ടം സൗഹൃദത്തിന് ഒരു പോറൽ പോലും ഏൽപ്പിക്കില്ലെന്ന ഇരുവർക്കും ഉറപ്പ്. എനിക്ക് തോന്നുന്നത് കട്ടപ്പന നഗരസഭയിലെ ഏറ്റവും സൗഹാർദ്ദപരമായ ഒരു മത്സരം നടക്കുന്ന ഒരു സ്ഥലമായിരിക്കും. ഇത് കഴിഞ്ഞ് എല്ലാ ദിവസവും വൈകുന്നേരം ഞങ്ങളിപ്പോഴും പടക്കടയിൽ കാണുന്നുണ്ട്. ഞങ്ങൾ പരസ്പരം ഇതിനു മുമ്പ് എങ്ങനെയായിരുന്നു അതിനേക്കാൾ കുറച്ചുകൂടെ ബന്ധത്തിൽ ഊഷ്മളത വരുത്തിക്കൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ ജീവിതം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സാബുവിൻ്റെ രാഷ്ട്രീയ ചിന്താഗതി എന്നും വ്യത്യസ്തമായിരുന്നു. ആ വ്യത്യാസവും അഭിപ്രായവും വ്യത്യാസങ്ങളും ഒന്നുമില്ലാതെ ലൈബ്രറി ഭാരവാഹികൾ എന്ന നിലയിലും പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഭാരവാഹികൾ എന്ന നിലയിലും ഞങ്ങൾക്ക് യോജിച്ച് എങ്ങനെയോ പോകാൻ പറ്റി. ആ പോകുന്ന പോക്ക് ഇപ്പോഴും തുടരുന്നു. മിക്കവാറും എല്ലാ ദിവസവും ഓരോ ദിവസത്തെ ഇലക്ഷൻ വർക്ക് പ്രവർത്തനങ്ങൾ എന്തായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും അന്വേഷിക്കാറുണ്ട്. രാഷ്ട്രീയത്തിന്റെ പേരിലുള്ള വെല്ലുവിളികളല്ല, ഈ സ്ഥാനാർത്ഥികൾക്ക് തെരഞ്ഞെടുപ്പ് സൗഹൃദം ഊട്ടിയുറപ്പിക്കാനുള്ള വേദി കൂടിയാണ്. സിറ്റി വിഷൻ, കട്ടപ്പന. ജില്ലയിലെ വോട്ടർമാർക്ക് നിർഭയമായി സമ്മതിദാനാവകാശം വിനിയോഗിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ഉറപ്പുവരുത്താൻ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയുള്ള ഉദ്യോഗസ്ഥരുമായി എല്ലാവരും സഹകരിക്കണമെന്ന് ജില്ലാ കളക്ടറും ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറുമായ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട്. രാഷ്ട്രീയ കക്ഷികൾ അവരവരുടെ അംഗീകൃത പ്രവർത്തകർക്ക് അനുയോജ്യമായ ബാഡ്ജുകളും ഐഡന്റിറ്റി കാർഡുകളും നൽകണം. സമ്മതിദായകർക്ക് വിതരണം ചെയ്യുന്ന അനൌദ്യോഗിക സ്ലിപ്പുകൾ വെള്ളക്കടലാസിലായിരിക്കണം. അവയിൽ സ്ഥാനാർത്ഥികളുടെയോ കക്ഷിയുടെയോ പേരോ ചിഹ്നമോ ഉണ്ടാകാൻ പാടില്ലെന്നും കളക്ടർ വ്യക്തമാക്കി. ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ വോട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ വാർത്തകൾ കൊടുക്കുമ്പോൾ മാധ്യമങ്ങൾ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ബന്ധപ്പെട്ട നിയമങ്ങളും ഇലക്ഷൻ കമ്മീഷൻ പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങളൊക്കെ കൃത്യമായിട്ട് പാലിച്ച് യാതൊരു ആക്ഷേപത്തിനും ഇടവരാത്ത രീതിയിൽ നമ്മുടെ ഇലക്ഷൻ പ്രോസസ്സ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ നമ്മുടെ മാധ്യമങ്ങൾ സഹകരിക്കണമെന്നാണ് ഈ അവസ്ഥയിൽ എനിക്ക് പറയാനുള്ളത്. 1994 കേരള പഞ്ചായത്തി രാജ് നിയമവും 1994 കേരള മുനിസിപ്പാലിറ്റി നിയമവും ജനപ്രാതിനിധ്യ നിയമമൊക്കെ ഇത് സംബന്ധിച്ച് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അഭിപ്രായ വോട്ടുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിർദ്ദേശങ്ങളും നിയന്ത്രണങ്ങളൊക്കെ എല്ലാ മാധ്യമങ്ങളും കൃത്യമായിട്ട് അറിവുള്ളതാണ്. അത് കൃത്യമായിട്ട് പാലിക്കണമെന്നുകൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ ഇനി ഫലപ്രഖ്യാപനവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അവസരങ്ങളിൽ അത് കൃത്യമായ ഫലപ്രഖ്യാപനം നടന്നതിന് ശേഷം മാത്രം അത് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതും കൂടെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇത് സംബന്ധിച്ചുള്ള ന്യൂസ് ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റാൻഡേർഡ് അതോറിറ്റിയുടെ മാർഗനിർദ്ദേശങ്ങളുണ്ട്. അത് കൃത്യമായിട്ട് പാലിക്കണമെന്നും കൂടി അവസരത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇനി ശരണമന്ത്രം. അഗസ്ത്യാർകൂടത്തിന്റെ മടിത്തട്ടിൽ നിന്ന് വ്രതശുദ്ധിയോടെ ശേഖരിച്ച കാഴ്ചദ്രവ്യങ്ങൾ കാണി ഗോത്രപ്രതിനിധികൾ അയ്യപ്പസ്വാമിക്ക് സമർപ്പിച്ചു. തിരുവനന്തപുരം കോട്ടൂർ വനമേഖലയിൽ നിന്നെത്തിയ 167 പേരടങ്ങുന്ന സംഘമാണ് പതിവ് തെറ്റിക്കാതെ ഇത്തവണയും മല ചവിട്ടി ദർശന സായുജ്യം നേടിയത്. മുളങ്കുറ്റിയിൽ നിറച്ച കാട്ടുചെറുതേനും ഈറ്റയിലും അരിച്ചൂരലിലും മെനഞ്ഞ പൂജാപാത്രങ്ങളും കാട്ടുകുന്തിരിക്കവും കരിമ്പും കാട്ടിൽ വിളഞ്ഞ കദളിക്കുലകളും
കാട്ടുപൂക്കളും അടങ്ങുന്ന വനവിഭവങ്ങളാണ് ഇവർ അയ്യന് കാഴ്ചയായി സമർപ്പിച്ചത്. പരിസ്ഥിതി സൗഹൃദമായ തീർത്ഥാടനം എന്ന സന്ദേശം കൂടിയാണ് ഇവരുടെ യാത്ര നൽകുന്നത്. വനത്തിനുള്ളിൽ നിന്നും വ്രതശുദ്ധിയോടെ ശേഖരിക്കുന്ന കാഴ്ചദ്രവ്യങ്ങൾ കാട്ടുകൂവ ഇലകളിലാണ് പൊതിഞ്ഞെടുക്കുക. തലച്ചുമടായാണ് ഇവ സന്നിധാനത്തെത്തിച്ചത്. സംഘനേതാവ് വിനോദ് കുമാറിന്റെ നേതൃത്വത്തിൽ 27 കുട്ടികളും 14ഓളം മാളികപ്പുറങ്ങളും അടങ്ങുന്ന സംഘം 3 KSRTC ബസ്സുകളിലായാണ് പമ്പയിലെത്തിയത്. അയ്യപ്പൻ എന്നു പേരുള്ള ഭിന്നശേഷിക്കാരനായ അംഗവും സംഘത്തിലുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അഗസ്ത്യ വനത്തിൽ നിന്ന് പശ്ചിമഘട്ട വനനിരകളിലൂടെ കാൽനടയായി വന്ന് ദർശനം നടത്തിയിരുന്ന പൂർവികരുടെ സ്മരണ പുതുക്കിയാണ് ഇവർ എത്തുന്നത്. വ്രതശുദ്ധിയോടുകൂടി തന്നെ അഗസ്ത്യാർകൂട വനങ്ങളുടെ ഉള്ളിൽ നിന്ന് ശേഖരിക്കുന്ന കാട്ടുചെറുതേൻ, കദളിക്കുല, കരിമ്പ്, അതുകൂടാതെ ഈറ്റയിലും ചൂരലിലും തീർത്ത വിവിധ പൂക്കൂടകൾ, പൂവട്ടികൾ, അങ്ങനെ വിവിധങ്ങളായ സാധനങ്ങൾ അയ്യപ്പസ്വാമിക്ക് സമർപ്പിക്കാനായിട്ട് വ്രതമെടുത്ത് ഈ ഭക്തർ സ്വാമിയുടെ തിരുനടയിൽ എത്തുന്നു. തിരുവനന്തപുരം വൈൽഡ് ലൈഫ് ഡിവിഷനിലെ പറ്റാമ്പാറ, കുന്നത്തേരി, പ്ലാവില, കമലകം, മുക്കോത്തിവയൽ, കൊമ്പടി, ചേനാമ്പാറ, മങ്കോട്, മുളമൂട്, പങ്കാവ് എന്നീ ഉന്നതികളിൽ നിന്നും തമിഴ്നാട് കന്യാകുമാരി ജില്ലയിലെ പ്രവാളി, കോരയാർ, ആറുകാടി എന്നിവിടങ്ങളിൽ നിന്നുമുള്ളവരുമാണ് സംഘത്തിലുള്ളത്. കഴിഞ്ഞ മണ്ഡലകാലത്ത് 145 പേരായിരുന്നു സംഘത്തിലുണ്ടായിരുന്നത്. ഇത്തവണ അംഗസംഖ്യ വർദ്ധിച്ചു. കോട്ടൂർ മുണ്ടടി മാടൻ തമ്പുരാൻ ക്ഷേത്ര ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് യാത്ര നടത്തുക. സിറ്റി വിഷൻ സന്നിധാനം. മൂന്നാറിലെ ജനവാസ മേഖലയിൽ വീണ്ടും നാശം വരുത്തി കാട്ടുകൊമ്പൻ പടയപ്പ. മാട്ടുപ്പെട്ടിയിൽ പടയപ്പ വഴിയോര കടകൾ ആക്രമിച്ചു. കഴിഞ്ഞ ദിവസവും പടയപ്പ മാട്ടുപ്പെട്ടിയിൽ അതിക്രമം നടത്തിയിരുന്നു. നെറ്റിമേട് ഭാഗത്ത് ലയങ്ങളോട് ചേർന്ന കൃഷിയും കാട്ടാന നശിപ്പിച്ചു. മൂന്നാറിലെ തോട്ടമേഖലയിൽ കാട്ടുകൊമ്പൻ പടയപ്പയുടെ സാന്നിധ്യം തൊഴിലാളി കുടുംബങ്ങൾക്ക് വലിയ തലവേദനയാവുകയാണ്. മാട്ടുപെട്ടിയിൽ പടയപ്പ വഴിയോര കടകൾക്ക് നേരെ അതിക്രമം നടത്തി. കഴിഞ്ഞ ദിവസവും പടയപ്പ മാട്ടുപെട്ടിയിൽ അതിക്രമം നടത്തിയിരുന്നു. മാട്ടുപെട്ടി മേഖലയിൽ തുടർച്ചയായി ഇറങ്ങി പടയപ്പ നാശം വരുത്തുന്നത് ആളുകളിൽ ആശങ്കയായി മാറിയിട്ടുണ്ട്. നെറ്റിമേട് ഭാഗത്ത് ലയങ്ങളോട് ചേർന്ന് കൃഷിയും പടയപ്പ നശിപ്പിച്ചു. ലാക്കാട് എസ്റ്റേറ്റിലിറങ്ങിയ കാട്ടുകൊമ്പൻ കഴിഞ്ഞ ദിവസം 4ഓളം കടകൾ തകർത്തിരുന്നു. ജനവാസ മേഖലകളിലൂടെ ചുറ്റിത്തിരിയുന്ന കാട്ടുകൊമ്പൻ ആളുകളുടെ സ്വരയ ജീവിതം കെടുത്തുകയാണ്. മുൻകാലങ്ങളിൽ ശാന്ത സ്വഭാവമായിരുന്ന പടയപ്പ ഇപ്പോൾ ഇടയ്ക്കിടെ ആക്രമണ സ്വഭാവം പുറത്തെടുക്കുന്ന സ്ഥിതിയുണ്ട്. ഇത് തൊഴിലാളി കുടുംബങ്ങളിൽ ആശങ്ക ഉയർത്തുന്നു. ഇത്തവണ മഴക്കാലത്ത് പോലും കാട്ടുകൊമ്പൻ കാട് കയറാൻ തയ്യാറായില്ല. ഒന്നിലധികം തവണ ജനവാസ മേഖലയിലിറങ്ങി വലിയ തോതിൽ നാശം വരുത്തുകയും ചെയ്തു. വേനൽക്കാലം ആരംഭിക്കുന്നതോടെ കാട്ടുകൊമ്പന്റെ ശല്യം രൂക്ഷമാകുമോ എന്നും തൊഴിലാളി കുടുംബങ്ങൾ ആശങ്കപ്പെടുന്നു. സിറ്റി വിഷൻ മൂന്നാർ. മൂന്നാറിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ കുറവ്. സെപ്റ്റംബർ പകുതി മുതൽ ഡിസംബർ വരെയുള്ള കണക്കുകൾ പരിശോധിച്ചാൽ പോയ വർഷങ്ങളെ അപേക്ഷിച്ച് 30% വരെ സഞ്ചാരികളുടെ കുറവ് മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. മഴയും ഗതാഗതക്കുരുക്കും അടക്കമുള്ള കാര്യങ്ങൾ വിനോദസഞ്ചാരികളുടെ വരവിനെ ബാധിച്ചതായാണ് വിലയിരുത്തൽ. തെക്കിന്റെ കാശ്മീരായ മൂന്നാറിലേക്ക് കഴിഞ്ഞ മാസങ്ങളിൽ എത്തിയ സഞ്ചാരികളുടെ എണ്ണത്തിൽ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് കുറവ് സംഭവിച്ചതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇരവികുളം ദേശീയോദ്യാനം, മാട്ടുപ്പെട്ടി ബോട്ടിംഗ് സെന്റർ അടക്കം സഞ്ചാരികളെ ആകർഷിക്കുന്ന മൂന്നാറിലെ വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ കഴിഞ്ഞ മാസങ്ങളിലെത്തിയ സഞ്ചാരികളുടെ കണക്ക് പരിശോധിച്ചാൽ പോയ വർഷങ്ങളെ അപേക്ഷിച്ച് 30% വരെ സഞ്ചാരികളുടെ കുറവ് മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലും ഉണ്ടായിട്ടുള്ളതായി വിലയിരുത്താൻ സാധിക്കും. മഴ കുറയുന്ന സെപ്റ്റംബർ പകുതി മുതൽ മൂന്നാറിലേക്ക് സഞ്ചാരികൾ കൂടുതലായി എത്തിത്തുടങ്ങും. ഡിസംബർ ജനുവരി മാസങ്ങളിൽ സഞ്ചാരികളുടെ വരവ് ക്രമാതീതമായി വർദ്ധിക്കും. ഡിസംബർ ആരംഭിച്ചുവെങ്കിലും ഇത്തവണ സഞ്ചാരികളുടെ വലിയ തോതിലുള്ള തിരക്ക് ആരംഭിച്ചിട്ടില്ല. മഴയും ഗതാഗതക്കുരുക്കും അടക്കമുള്ള കാര്യങ്ങൾ വിനോദസഞ്ചാരികളുടെ വരവിനെ ബാധിച്ചതായാണ് വിലയിരുത്തൽ. വിനോദസഞ്ചാരികൾക്ക് നേരെയുണ്ടായ അതിക്രമങ്ങളും ഓൺലൈൻ ടാക്സി തർക്കങ്ങളും മൂന്നാറിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് തിരിച്ചടിയായതായി കണക്കാക്കുന്നു. ഡിസംബർ പാതി മുതൽ സഞ്ചാരികൾ കൂടുതലായി മൂന്നാറിലേക്ക് എത്തിത്തുടങ്ങുമെന്നാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ പ്രതീക്ഷ. ക്രിസ്തുമസ്, പുതുവത്സര ആഘോഷങ്ങൾക്ക് ശേഷം മധ്യവേനൽ അവധിക്കാലത്താണ് സഞ്ചാരികൾ കൂടുതലായി മൂന്നാറിലേക്കെത്തുന്ന കാലയളവ്.
സിറ്റി വിഷൻ മുന്നാർ. ഇടവേള. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, രാജാക്കാട്. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. വീണ്ടും വാർത്തകളിലേക്ക്. പിണറായി വിജയൻ സർക്കാർ അഴിമതിയുടെ കാര്യത്തിൽ 1ാം സ്ഥാനത്താണ് എന്ന് BJP ഇടുക്കി സൗത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി KR സുനിൽകുമാർ. BJP രാജകുമാരി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുരുവിള സിറ്റിയിൽ നടന്ന തെരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജകുമാരി ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ മത്സരിക്കുന്ന NDA സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് BJP രാജകുമാരി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുരുവിള സിറ്റിയിൽ തെരഞ്ഞെടുപ്പ് പൊതുയോഗം സംഘടിപ്പിച്ചു. ടൗണിൽ നടന്ന പൊതുയോഗം BJP ഇടുക്കി സൗത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി KR സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. അഴിമതിയുടെ കാര്യത്തിൽ, സ്വാജനപക്ഷപാതത്തിന്റെ കാര്യത്തിൽ, വികസന മുരടിപ്പിന്റെ കാര്യത്തിൽ, ആരോഗ്യമേഖലയുടെ തകർച്ചയുടെ കാര്യത്തിൽ പിണറായി വിജയൻ സർക്കാർ ഒന്നാമതാണെന്ന് അദ്ദേഹം പറഞ്ഞു. അഴിമതിയുടെ കാര്യത്തിൽ 1ാം സ്ഥാനത്താണ്. സ്വജന പക്ഷപാതത്തിന്റെ കാര്യത്തിൽ 1ാം സ്ഥാനത്താണ്. നമ്മുടെ സംസ്ഥാനത്ത് വികസന മുരടിപ്പിന്റെ കാര്യത്തിൽ 1ാം സ്ഥാനത്താണ്. ആരോഗ്യമേഖലയുടെ തകർച്ചയിൽ 1ാം സ്ഥാനത്താണ്. അങ്ങനെ നിരവധി അനവധിയായിട്ടുള്ള കാര്യങ്ങൾ എടുത്തു പരിശോധിച്ചാൽ നമ്മുടെ ഈ 10 വിരലുകൾ 10,000 തവണ കൂട്ടിയാലും ആ കാര്യങ്ങളിലെല്ലാം അവർ 1ാം സ്ഥാനത്താണ്. എന്നിട്ടും അവകാശപ്പെടുകയാണ് ഞങ്ങൾ ഇവിടെ 1ാം സ്ഥാനത്താണ്. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് കേരള സംസ്ഥാനത്തിൽ അധികാരത്തിൽ വരുന്ന സന്ദർഭത്തിൽ അദ്ദേഹം പറത്തിവിട്ട പ്രാവ് കയ്യിൽ നിന്ന് വിട്ടുപോയ സന്ദർഭത്തിൽ തന്നെ പിടഞ്ഞു വീണു മരിക്കുകയായി. ഇലക്ഷൻ കമ്മിറ്റി ചെയർമാൻ AE എൽദോസിന്റെ നേതൃത്വത്തിൽ നടന്ന പൊതുയോഗത്തിൽ രഘുനാഥ് കണ്ണാറ മുഖ്യപ്രഭാഷണം നടത്തി. മണ്ഡലം വൈസ് പ്രസിഡന്റ് ബാലൻ തെക്കേരി, രതീഷ് കുരുവിള സിറ്റി, സ്ഥാനാർത്ഥിമാരായ രൂപേഷ് ഗോപി, അരുൺ സെബാസ്റ്റ്യൻ, സജിത സജീവൻ തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ രാജകുമാരി. ഇലക്ഷൻ പ്രചരണത്തിന് പോയ BJP പ്രവർത്തകനെ CPM ബ്രാഞ്ച് സെക്രട്ടറി ഭീഷണിപ്പെടുത്തിയതായി പരാതി. ഉടുമ്പൻചോല ആടുകടന്താൻ സ്വദേശി ശരവണനാണ് പരാതിയുമായി രംഗത്ത് വന്നിട്ടുള്ളത്. ഉടുമ്പൻചോല പോലീസിന് ലഭിച്ച പരാതിയെ തുടർന്ന് പോലീസ് അന്വേഷണം ആരംഭിച്ചു. കൂപ്പിട്ടത് നീ ഇങ്ങിരുന്ന് അവന്റെ കൂട്ടത്തിൽ പോയത് എടുത്തു എല്ലാം നമ്മൾക്ക് തരും. അതുകൊണ്ട് തന്നെയാണ് നിന്നെ കൂപ്പിട്ടത്. കക്ഷി നല്ല ഇത് കൂടെ നീ പാത്ത് നിന്നോ, ഇല്ലെങ്കിൽ ശരവണ നിനക്ക് നല്ല പണി വരും. നീ പാർട്ടിയുടെ മെമ്പർഷിപ്പിൽ ഇരുന്നിട്ട് ആരെങ്കിലും BJPയുടെ പ്രവർത്തനത്തിന് പോയി കഴിഞ്ഞാൽ പാർട്ടി ചുമ്മാ തന്നെ. കഴിഞ്ഞ ദിവസമാണ് കേസിനാസ്പദമായ സംഭവമുണ്ടായത്. ഉടുമ്പൻചോല ഗ്രാമപഞ്ചായത്ത് 7ാം വാർഡ് സ്ഥാനാർത്ഥിയായ ദിലീപ് കുമാറിന് വേണ്ടി ശരവണൻ പ്രവർത്തിക്കുകയായിരുന്നു. പ്രചരണ പ്രവർത്തനത്തിനിടയിൽ CPM ബ്രാഞ്ച് സെക്രട്ടറി ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തിയതായാണ്. ഹരിതചട്ടം കേരളത്തിൽ ഫ്ലെക്സ് പ്രിന്റ് ചെയ്യുമ്പോൾ മാത്രം തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾ ഉപയോഗിക്കുന്ന ഫ്ലെക്സ് ബോർഡുകളിൽ പലതും സർക്കാരും മലിനീകരണ നിയന്ത്രണ ബോർഡും നിഷ്കർഷിച്ചവയല്ല. നിരോധിക്കപ്പെട്ട ഉൽപ്പന്നങ്ങളിൽ പ്രിന്റ് ചെയ്ത് തമിഴ്നാട്ടിൽ നിന്നും ഫ്ലെക്സ് ബോർഡുകൾ ഇടുക്കിയിൽ ഉൾപ്പെടെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്നു. തെരഞ്ഞെടുപ്പ് പൂർണ്ണമായും മാലിന്യമുക്തമാകുന്നതിന് പരിസ്ഥിതി സൗഹാർദ്ദ ഫ്ലെക്സ് ബോർഡുകൾ മാത്രം സ്ഥാനാർത്ഥികൾ പ്രചരണത്തിനായി ഉപയോഗിക്കാവൂ എന്നാണ് സർക്കാരിന്റെയും സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെയും ഉത്തരവ്. ഹൈക്കോടതി ഉത്തരവും നിലവിലുണ്ട്. അധികൃതർ ഓരോ പ്രിന്റിംഗ് സ്ഥാപനത്തിലും കയറിയിറങ്ങി നോട്ടീസും നൽകിയിരുന്നു.
എന്നാൽ പാരിസ്ഥിതിക പ്രശ്നങ്ങളുണ്ടാക്കുന്ന PVC ഫ്ലെക്സ്, കൊറിയൻ ക്ലോത്ത്, പോളിസ്റ്റർ, നൈലോൺ ഉൽപ്പന്നങ്ങൾ എന്നിവ കൊണ്ടുള്ള ഫ്ലെക്സ് ബോർഡുകളാണ് പലയിടങ്ങളിലും നിറഞ്ഞിട്ടുള്ളത്. കേരളത്തിൽ നിലവിൽ ഇവ ലഭ്യമല്ലാത്തതിനാൽ തമിഴ്നാട്ടിൽ നിന്നാണ് വരവ്. റീസൈക്കിൾ ചെയ്യാൻ കഴിയുന്ന പോളിയെത്തിലിൻ, കോട്ടൺ എന്നുൽപ്പന്നങ്ങൾ കൊണ്ടു മാത്രം ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിക്കണമെന്നാണ് ഉത്തരവ്. ഇവയുടെ പിൻഭാഗം ഒറ്റനോട്ടത്തിൽ തന്നെ മനസ്സിലാകും. കറുത്ത പ്രതലമാകും ഇവയ്ക്കുണ്ടാകുക. പരിസ്ഥിതി സൗഹാർദ്ദ ഫ്ലെക്സ് ബോർഡുകളിൽ സ്ഥാപിച്ചിട്ടുള്ള QR കോഡ് സ്കാൻ ചെയ്താൽ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഔദ്യോഗിക വെബ്സൈറ്റിലേക്കാകും പോകുക. വിലയിലെ വ്യത്യാസം മൂലം പലരും കുറഞ്ഞ നിരക്കിൽ തമിഴ്നാട്ടിൽ നിന്നാണ് പ്രിന്റ് ചെയ്യുന്നത്. നിയമം പാലിച്ച് പരിസ്ഥിതി സൗഹാർദ്ദ ഫ്ലെക്സുകൾ മാത്രം പ്രിന്റ് ചെയ്യുന്ന പ്രിന്റിംഗ് യൂണിറ്റുകൾക്ക് ഭീമമായ നഷ്ടമുണ്ടാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. PVC അതുപോലെ പ്ലാസ്റ്റിക് മെറ്റീരിയലുകളിലും അതുപോലെ കൊറിയൻ ക്ലോത്ത് പോലുള്ള മെറ്റീരിയലുകൾ പ്രിന്റ് ചെയ്യാൻ പാടില്ല എന്ന് ശക്തമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഞങ്ങളുടെ സ്ഥാപനങ്ങളിലൊക്കെ വന്ന് ശുചിത്വ മിഷൻ കളക്ടറേറ്റിൽ നിന്ന് ഓർഡറുമായി വന്ന് ഇത് നിങ്ങളുടെ സ്ഥാപനത്തിൽ പ്രിന്റ് ചെയ്യാൻ പാടില്ലെന്നും പ്രിന്റ് ചെയ്താൽ 25,000 രൂപയോളം പിഴ ഈടാക്കുമെന്നും കൂടുതൽ തവണ ഇത് റെയ്ഡിൽ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ഥാപനത്തിന്റെ ലൈസൻസ് കട്ട് ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ വാങ്ങി വെച്ചിരുന്ന ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് പ്രിന്റ് ചെയ്യാൻ വാങ്ങി വെച്ചിരുന്ന മുഴുവൻ സാധനങ്ങളും നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് മാറ്റിച്ച ഒരു സാഹചര്യമാണുള്ളത്. എന്നാൽ അതിന് പകരമായി വന്നിട്ടുള്ള പോളിയെത്തിലിൻ എന്ന മെറ്റീരിയൽ വേണം പ്രിന്റ് ചെയ്യാനെന്ന് കൃത്യമായി ഈ നിർദ്ദേശങ്ങളിൽ പറയുന്നുണ്ട്. നിയമലംഘനം കണ്ടെത്തിയാൽ സർക്കാരിന്റെയും ഹൈക്കോടതിയുടെയും ഉത്തരവുകളും തദ്ദേശ സ്വയംഭരണ ബൈലോ പ്രകാരം പിഴ ചുമത്തി നിയമ നടപടികൾ സ്വീകരിക്കുമെന്നുമാണ് അറിയിപ്പ്. എന്നാൽ സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തുന്നതല്ലാതെ പ്രിന്റ് ചെയ്ത് വഴിയോരത്ത് വച്ചിരിക്കുന്ന ബോർഡുകൾ പരിശോധിക്കാൻ അധികൃതർ തയ്യാറാവുന്നില്ലെന്നാണ് ആരോപണം. സിറ്റി വിഷൻ, നെടുംകണ്ടം. 9 നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി അടിമാലിയിൽ പോലീസിന്റെ നേതൃത്വത്തിൽ റൂട്ട് മാർച്ച് നടത്തി. തെരഞ്ഞെടുപ്പ് കാലത്ത് ക്രമസമാധാന പാലനം ഉറപ്പുവരുത്തുന്നതിനും ആളുകൾക്ക് പൊതുസുരക്ഷയുടെ കാര്യത്തിൽ ആത്മവിശ്വാസം നൽകുന്നതിനുമായിട്ടാണ് പോലീസ് റൂട്ട് മാർച്ച് നടത്തിയത്. ഇടുക്കി DYSP രാജൻ K. അരമന അടിമാലിയിൽ റൂട്ട് മാർച്ചിന് നേതൃത്വം നൽകി. തദ്ദേശ തിരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി പോലീസിന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ റൂട്ട് മാർച്ച് നടത്തുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു അടിമാലിയിലും റൂട്ട് മാർച്ച് സംഘടിപ്പിച്ചത്. അടിമാലി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നാരംഭിച്ച റൂട്ട് മാർച്ച് ടൗൺ ചുറ്റി സ്റ്റേഷൻ പരിസരത്ത് സമാപിച്ചു. തിരഞ്ഞെടുപ്പ് കാലത്ത് ക്രമസമാധാന പാലനം ഉറപ്പുവരുത്തുന്നതിനും ആളുകൾക്ക് പൊതുസുരക്ഷയുടെ കാര്യത്തിൽ ആത്മവിശ്വാസം നൽകുന്നതിനുമായിട്ടാണ് പോലീസ് റൂട്ട് മാർച്ച് നടത്തിയത്. 9 തീയതി നടക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പോലീസ് ശക്തമായ സുരക്ഷാ നടപടികളാണ് സുഗമമായ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനായിട്ട് ജില്ലയിലുടനീളം ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കി. ഇന്നേ ദിവസം പൊതുജനങ്ങളുടെ ഇടയിൽ സുരക്ഷിത ബോധം ഉറപ്പുവരുത്തുന്നതിനായി വിവിധ സ്ഥലങ്ങളിൽ പോലീസിൻ്റെ റൂട്ട് മാർച്ചുകൾ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. പൊതുജനങ്ങൾക്ക് സമാധാനപരമായി വോട്ട് ചെയ്യുന്നതിനുള്ള എല്ലാവിധ സുരക്ഷാ ക്രമീകരണങ്ങളും ജില്ലയിൽ ആകമാനം എല്ലാ ബൂത്തുകളിലും എല്ലാ പ്രദേശങ്ങളിലും ഈ പ്രത്യേകമായിട്ട് ജില്ലയുടെ വിവിധ സംഘർഷ സാധ്യതകൾ ഇല്ലാതെ തന്നെ എല്ലാ സ്ഥലങ്ങളിലും സമാധാനപൂർണ്ണമായ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കുന്നതിന് വേണ്ടി ശക്തമായ പോലീസ് ബന്ദോബസ്ത് ക്രമീകരണങ്ങളാണ് ജില്ലയിൽ ചെയ്തിട്ടുള്ളത്. ഇടുക്കി DYSP രാജൻ K. അരമന അടിമാലിയിൽ റൂട്ട് മാർച്ചിന് നേതൃത്വം നൽകി. സിറ്റി വിഷൻ, അടിമാലി. പൂപ്പാറ വേളാങ്കണ്ണി മാതാപ്പള്ളിയിൽ നടന്നു വന്നിരുന്ന പരിശുദ്ധ കന്യാമറിയത്തിന്റെ അമലോത്ഭവ തിരുനാളിനും മരിയൻ കൺവെൻഷനും സമാപനമായി. 4 ദിവസങ്ങളിലായി നടന്നു വന്നിരുന്ന അമലോത്ഭവ തിരുനാളിനും കൺവെൻഷനുമാണ് ഇന്ന് സമാപനം കുറിച്ചത്. മുരിക്കുംതട്ടി സെന്റ് മരിയഗരോത്തി പള്ളിയുടെ കീഴിൽ പൂപ്പാറയിൽ സ്ഥാപിതമായിരിക്കുന്ന വേളാങ്കണ്ണി മാതാപ്പള്ളിയിൽ ആണ്ടുതോറും നടത്തിവരാറുള്ള പരിശുദ്ധ കന്യാമറിയത്തിന്റെ അമലോത്ഭവ തിരുനാളിന് മരിയൻ കൺവെൻഷനും സമാപനമായി. കഴിഞ്ഞ 4 ദിവസങ്ങളിലായി നടന്നു വന്നിരുന്ന തിരുനാൾ ആഘോഷത്തിൽ മരിയൻ കൺവെൻഷൻ, തിരുനാൾ കുർബാന, അഭിഷേകാരാധന, ദിവ്യകാരുണ്യ പ്രദക്ഷിണം, തിരുനാൾ സന്ദേശം എന്നിവ നടന്നു. പ്രധാന ദിനമായ ഇന്ന് വാഹനവെഞ്ചിരിപ്പ്, ജപമാല, വാഹന റാലി, ഫാദർ ജിതിൻ വടക്കലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ആഘോഷമായ തിരുനാൾ കുർബാനയും പൂപ്പാറ ടൗണിലേക്ക് പ്രദക്ഷിണവും നടന്നു.
ഫാദർ ജെയിംസ് മാക്കിയിൽ, ബ്രദർ ബേബി ജോൺ എന്നിവർ മരിയൻ കൺവെൻഷൻ നയിച്ചു. ഇടവക വികാരി ഫാദർ ജോസഫ് കോയിക്കൽ, കൈക്കാരന്മാർ, കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. സിറ്റി വിഷൻ, രാജകുമാരി. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 9.6 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. ഏവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 11,930 രൂപ, പവന് 95,440 രൂപ, വെള്ളി ഗ്രാമിന് 195 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം അവസാനിച്ചു. ആവേശത്തോടെയുള്ള കൊട്ടിക്കലാശത്തോടെയാണ് മുന്നണികൾ പരസ്യപ്രചാരണം അവസാനിപ്പിച്ചത്. വിജയപ്രതീക്ഷയിൽ 3 മുന്നണികളും. ജില്ലയിലെ വോട്ടർമാർക്ക് നിർഭയമായി സമ്മതിദാനാവകാശം വിനിയോഗിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ഉറപ്പുവരുത്താൻ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥരുമായി എല്ലാവരും സഹകരിക്കണമെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട്. മൂന്നാറിലെ ജനവാസ മേഖലയിൽ വീണ്ടും നാശം വരുത്തി കാട്ടുകൊമ്പൻ പടയപ്പ. മാട്ടുപ്പെട്ടിയിൽ പടയപ്പ വഴിയോര കടകൾ ആക്രമിച്ചു. കഴിഞ്ഞ ദിവസവും പടയപ്പ മാട്ടുപ്പെട്ടിയിൽ അതിക്രമം നടത്തിയിരുന്നു. നെറ്റിമേട് ഭാഗത്ത് ലയങ്ങളോട് ചേർന്ന കൃഷിയും കാട്ടാന നശിപ്പിച്ചു. മൂന്നാറിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ കുറവ്. സെപ്റ്റംബർ പകുതി മുതൽ ഡിസംബർ വരെയുള്ള കണക്കുകൾ പരിശോധിച്ചാൽ പോയ വർഷങ്ങളെ അപേക്ഷിച്ച് 30% വരെ സഞ്ചാരികളുടെ കുറവ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.